ദഅവത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നിർവഹിക്കേണ്ട കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സദാചാരം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലെങ്കിൽ നന്മയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, അത് ഏതൊരാൾക്കും എപ്പോഴും നിർവഹിക്കാവുന്ന കാര്യമാണ്. അത് നിർവഹിക്കുന്നതിൽ ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല. അത് ഏതൊരാൾക്കും നിർവഹിക്കാവുന്നത് ആണ് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു സഹോദരി അവളാൽ കഴിയുന്ന രൂപത്തിൽ നന്മ പ്രചരിപ്പിക്കുക, തിന്മ വിരോധിക്കുക, അത് അവളാൽ കഴിയുന്ന രൂപത്തിൽ ചെയ്യാം, ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട്. ഒരു പുരുഷൻ അവനാൽ കഴിയുന്ന രൂപത്തിൽ അവനും നിർവഹിക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷെരീഫ്, സ്ഥല സ്വദേശി തന്നെയാണ്. ദഅവത്തുമായി ഒരു സംശയമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. ദഅവത്തിനായിട്ട് നമ്മൾ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് എക്സിബിഷൻ, പ്രഭാഷണങ്ങൾ, സീഡികൾ മുതലായവ. അതുപോലെ തന്നെ പുതിയതായ ഒരു നൂതനമായ മാർഗം ജമാഅത്ത് ഇസ്ലാമി ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് സിനിമയിലൂടെ ദഅവത്ത്. അതിന് ഞാൻ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ തെളിവ് ചോദിച്ചത് ഇബ്രാഹിം നബി ഒരു അഭിനേതാവാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. കാരണം ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ തച്ചുടച്ച് അതറിയാത്ത രീതിയിൽ നിന്നു അതൊരു അഭിനയമല്ലേ എന്ന് ചോദിച്ചാണ് അവർ മറുപടി നൽകിയത്. ഇതിൽ ഇസ്ലാമികമായ മാനദണ്ഡം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഭിനയത്തിന് ദേവത്വ രീതിയിൽ ദേവത്വമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹദീസോ ഖുർആനായത്തോ ഉണ്ടെങ്കിൽ അത് തരുവാൻ ആവശ്യപ്പെടും. അപ്പോൾ ഇനിയിപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കാർ തച്ചോടച്ചെടുത്ത് മാറി നിൽക്കട്ടെ. അപ്പോ അങ്ങനെ തന്നെ പകർത്തല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരെയും നടനാക്കാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരെയും നടനാക്കാറുണ്ട്. ഈ രൂപത്തിൽ ഒരു ദഅവ അല്ലെങ്കിൽ പ്രബോധനം എന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അഭിനയിച്ചുകൊണ്ട് ഒരു ആൾക്ക് മറ്റൊരു തത്വം പഠിപ്പിച്ച് ഇങ്ങനെ അഭിനയത്തിലൂടെ പഠിപ്പിക്കുക എന്നത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അഭിനയം തന്നെ ഒരു കബളിപ്പിക്കലാണ്. യാഥാർത്ഥ്യമല്ലാത്തത് അംഗീകരിച്ച് യാഥാർത്ഥ്യമായി തോന്നിപ്പിക്കലാണ്. ഒരാൾ പരമുമായിട്ട് അഭിനയിക്കുന്ന ആള് സിദ്ദീഖാണ്. സിദ്ദീഖ് പരമുമായി മാറും. അതിന് പരമുമായിട്ട് അഭിനയിക്കണം. അയാൾ പരമുവാണോ? പരമുവല്ല. അയാളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യം അയാൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. ഇങ്ങനെ ഒരു ദഅവത്ത് ഇല്ല. ഇനി ഈ ദഅവത്ത് ഇബ്രാഹിം നബിയിലേക്കാണ് ആര് ബന്ധിപ്പിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ബന്ധിപ്പിക്കണം. അതിന്റെ ക്രൂരത, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധിപ്പിക്കുന്നതിലെ ക്രൂരത നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണമായും തങ്ങളുടെ ജീവിതത്തിൽ ദഅവത്ത് നടത്തി എന്ന് വിശ്വസിക്കുന്നവരാണോ ജമാഅത്തെ ഇസ്ലാമി എന്നതും ഒന്ന് പരിശോധിക്കണം. പ്രവാചകന്മാർ അവരുടെ ദൗത്യം പരിപൂർണമായി പൂർത്തിയാക്കി എന്ന് വിശ്വസിക്കുന്നവരാണോ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നും പരിശോധിക്കണം. പ്രവാചകന്മാരെ പറ്റിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് കേട്ടോളൂ. ആരും മാറിയില്ലെങ്കിലും, ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിനാണ്, ഇഖാമത്തുദ്ദീൻ, സൂറത്ത് ശൂറ. പക്ഷെ ഈ ലക്ഷ്യം നേടിയ പ്രവാചകന്മാർ, നേടാൻ സാധിക്കാതെ പോയ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ സൂറത്ത് നൂഹ് അലൈഹിസ്സലാം 950 വർഷം പ്രവർത്തിച്ചിട്ടും ഈ ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ചപ്പോൾ പോലും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല, പിന്തിരിയാൻ പാടുമില്ല. സ്വീകരിക്കാത്തവർ പരാജയപ്പെട്ടു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവർ പരാജയപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ വിജയിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. മുഹമ്മദ് നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. കണ്ടോ? അപ്പോ ലോകത്ത് വന്ന 1,00,000 ചില്ലാനം പ്രവാചകന്മാരിൽ സുലൈമാൻ നബി ലക്ഷ്യം നേടി, കാര്യം ഭരണം കിട്ടി. മുഹമ്മദ് നബി ലക്ഷ്യം നേടി, ഭരണം കിട്ടി. അതുപോലെ തന്നെ ദാവൂദ് നബി ലക്ഷ്യം നേടി, ഭരണം കിട്ടി. ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. ആ ലക്ഷ്യം നേടാത്ത പ്രവാചകന്മാരിൽ ഒരാളാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ വിഷയത്തിൽ ഇബ്രാഹിം നബി ജമാഅത്തെ ഇസ്ലാമിക്ക് മാതൃകയല്ല. ആ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇബ്രാഹിം നബി മാതൃകയാക്കുകയും ഇല്ല. പിന്നെ ഇവർക്ക് സിനിമ അഭിനയിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടുപിടിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെയാണ് ഇവർ നശിപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം മാത്രമാണത് എന്നേ സൂചിപ്പിക്കാനുള്ളൂ. കാരണം ഇബ്രാഹിം നബി അഭിനയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സിനിമ അഭിനയിക്കാന്ന് പറഞ്ഞ് ഇവർ നടത്തിയ പരിപാടി കേൾക്കണ്ടേ? ദഅവത്ത് കേട്ടോ. കാഴ്ച ഇരകളിലേക്ക് ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. മാധ്യമമാണ്, വേറെ ഏതെങ്കിലും പത്രമല്ല കേട്ടോ. കോഴിക്കോട് കാഴ്ച ഇരകളിലേക്ക് എന്ന ശീർഷകത്തിൽ സോളിഡാരിറ്റി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് രാവിലെ 9:30 കല്ലായി റോഡിലെ മെട്രോ ടൂറിസ്റ്റ് ഹോം ഹാളിൽ തുടങ്ങും. ഉദ്ഘാടന ചിത്രമായി ചൈനീസ് ചിത്രമായ ലൂയി ഗെയ്ജൻ, ബ്രാക്കറ്റിൽ ഗെറ്റ് ഇൻ ഹോം
ഇബ്രാഹിം നബി നടത്തിയ സിനിമ, ദാവൂദ് നബി അഭിനയിച്ച ആ സിനിമ, ചൈന പ്രവാചി, ചൈനയിൽ വന്ന പ്രവാചകൻ അഭിനയിച്ച സിനിമ. എന്ത് ദുരിതമാണ് മാന്യ സഹോദരങ്ങളെ ഇത്. ചൈനീസ് സിനിമ ആ ഗെറ്റ് ഹോം പ്രദർശിപ്പിക്കും. തുടർന്ന് 11:30 മുതൽ ബാറ്റിൽ ഇൻ സീറ്റിൽ എവിടുത്തെ പടം? USA, സാമ്രാജ്യത്വം. അമേരിക്കൻ പടം കോഴിക്കോട് കൊണ്ടുവന്നിട്ട് കണ്ടു നോക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരെല്ലാം, സോൾഡാറ്റ് കുട്ടികളും അമീർമാരെല്ലാം കൂടെ കൊള്ളാം അമേരിക്കൻ പടം. USA-യിൽ നിന്ന് സിനിമ കൊണ്ടുവന്ന് കോഴിക്കോട് മെട്രോ ടവറിലിട്ടുകൊണ്ട് ഇവർ കാണുക 11:30 മുതൽ. പിന്നെ അടുത്തത് ടച്ച് ഓഫ് മിദാസ്, സ്പാനിഷ് ചിത്രമായ സെൻട്രൽ സ്റ്റേഷൻ എന്നിവ പ്രദർശിപ്പിക്കും. തുടർന്ന് 5 മണി മുതൽ നടക്കുന്ന മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ. അല്ലാഹു മുസ്ലിം ലോകം അനുഭവിക്കുന്ന ഒരു വലിയ ദുരിത. അതിനെക്കുറിച്ചൊരു സജീവ ചർച്ച. എന്ത്? മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ എന്ന ചർച്ചയിൽ GP രാമചന്ദ്രൻ, യാക്കോബ് തോമസ്, TP ഷമീം, DD AK വാസു എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 7 മുതൽ പ്രശസ്ത ആക്ടിവിസ്റ്റ് നന്ദിദാദാസിന്റെ ഫിറാഖ് പ്രദർശിപ്പിക്കും. ലാസ്റ്റ് വലന്ന അന്നഹുൽ ഫിറാഖ്, യാത്ര ചോദിക്കുകയാണെന്ന് പറയില്ലേ. അപ്പൊ അവസാനം ഫിറാഖ് പ്രദർശിപ്പിച്ച് ഫിറാഖ് കണ്ടിട്ട് പോരും. അപ്പൊ ഈ ആയത്ത് ഓതും വേണമെങ്കിൽ, വലന്ന അന്നഹുൽ ഫിറാഖ്, അവസാനം ഫിറാഖാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇതാ ഞങ്ങൾ അവസാന സിനിമയിൽ ഫിറാഖ്. ഇത് മുസ്ലിം സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ സമ്പൂർണ്ണത പറയുന്ന ആളുകളെ കുറിച്ച് എന്ത് മാന്യ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ മുഖം മൂടിയിട്ട് ഇവർ നിൽക്കുന്നത്? എന്തിന് ഇവർക്ക് മരിക്കണ്ട? പരലോകത്തെത്തൂലേ? പടച്ചോൻ ചോദിക്കുക, അല്ലടാ നീ എന്താ ചെയ്തത്, എന്താ പ്രവർത്തിച്ചത്, ഇന്ന ദിവസം എന്താ ചെയ്തത്? ഞാൻ രാവിലെ ഒരു വൈകുന്നേരം വരെ പടം കണ്ടു അടച്ചോരെ. രാവിലെ ചൈനീസ് പടം, ഉച്ചക്ക് അമേരിക്കൻ പടം, വൈകിട്ട് ബാറ്റിൽ ഇൻ സീറ്റിൽ, വൈകുന്നേരം ഫിറാഖ്. 5 നേരം 5 പടം ഞാൻ കണ്ടിട്ടുണ്ട് അടച്ചോനെ. നിങ്ങളൊന്ന് ആലോചിച്ച്, പടച്ചവന്റെ മുന്നിൽ പറഞ്ഞാൽ രക്ഷപ്പെടുവോ? ഇനി കേട്ടോളൂ, ഇനി സോൾഡാറ്റ് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. 2 ദിവസമായി കോഴിക്കോട് മെട്രോ ടവറിൽ നടന്നു വരുന്ന സോൾഡാറ്റയുടെ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. രാവിലെ 10 മണിക്ക് വിനോദ് രാജയുടെ മഹുബ മെമ്മറീസ് എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തോടെയാണ് ഇന്നലെ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. തുടർന്ന് സ്പെയിൻ ചിത്രമായ ഇന്നസെന്റ് വോഴ്സ് പ്രദർശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സര പ്രദർശനത്തിൽ ലഘുചിത്ര ഇനമായ ഹർഷദ് സംവിധാനം ചെയ്ത വാർ ഓൺ ടെറർ മികച്ച 1ാമത്തെ ചിത്രമായും ഫൈസൽ കോരങ്ങാടിന്റെ വഴിയെ 2ാമത്തെ ചിത്രമായി തെരഞ്ഞെടുത്തു. ഡോക്യുമെന്ററി വിഭാഗത്തിൽ മനോജ് കാരന്തൂരിന്റെ എന്റെ ഗ്രാമം, ഡോക്ടർ മുരളിയുടെ മാനിഷാദ എന്നിവയും മികച്ച ചിത്രങ്ങളായി തെരഞ്ഞെടുത്തു. ഓപ്പൺ ഫോറത്തിൽ GP രാമചന്ദ്രൻ, ഡോക്ടർ K മുഹമ്മദ് നജീബ്, T മുഹമ്മദ്, ഹർഷദ്, ഫൈസൽ കോരങ്ങാട്, പ്രജേഷ് കുമാർ, ഡോക്ടർ മുരളി സംസാരിച്ചു. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സോൾഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി റസാഖ് പാലേരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഫ്രഞ്ച് ചിത്രം ടൈം ഓഫ് ദ വോൾഫിന്റെ പ്രദർശനത്തോടെ ഫെസ്റ്റിവൽ സമാപിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ഇവിടെ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ടൈറ്റിലിൽ ഒരു പരിപാടി നടന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഖത്തീബ് മിമ്പറിൽ നിന്നിട്ട് വിറവല്, എന്നിട്ട് പറയാണെന്ത്? ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നോ, ഇസ്ലാം വെല്ലുവിളിക്കണമെന്നാണോ? പിന്നെ ഇസ്ലാമിനെ വെല്ലുവിളിക്കാൻ കഴിയൂ? അത് ഇസ്ലാം വെല്ലുവിളിക്കും. വെല്ലുവിളിക്കാനുള്ള അവകാശം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് സഹിക്കാൻ കഴിയാത്ത ഖത്തീബെ, സോളിഡാരിറ്റിയുടെ സിനിമാശാലയൊന്ന് കണ്ടുകൂടായിരുന്നു? ഇനി അഥവാ സിനിമ കണ്ടപ്പോ ഇത് ഇസ്ലാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇനി നോക്കണം, നമ്മള് ഏതൊരു സാധാരണക്കാരൻ റമദാൻ മാസമാകുമ്പോ സാധാരണ ആ പെട്ടിയെടുത്ത് തിരിച്ചു വെക്കല, ഒരു തുണിയൊക്കെ ഇട്ട് മൂടി, സുബ്ഹാനല്ലാഹ് റമദാൻ മാസമാണ്, ഇനി ഒരു മാസത്തേക്ക് ഇത് വേണ്ട, കേബിളൊക്കെ കട്ട് ചെയ്ത്, അങ്ങനെ ഭവ്യതയോടെയാണ് ഏതൊരു മുസ്ലിമും ചിന്തിക്കുക. അങ്ങനെ അല്ലേ? ആ ഒരു മാസമെങ്കിലും പടച്ചവനെ പിടിച്ച് ഇബാദത്തൊക്കെ ആയിട്ട് വഴിയ. എന്നാൽ ആ റമദാനിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തെന്നറിയോ? കേട്ടോ, തനിമയുടെ സ്നേഹവിരുന്ന് അപൂർവ ഒത്തുചേരലായി, തനിമ ഒരുക്കിയ സ്നേഹവിരുന്ന് അത്യപൂർവ ഒത്തുചേരലായി ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക വിഭാഗമായ തനിമ സിനിമാ രംഗത്തെ അണിയറ പ്രവർത്തകർക്കായാണ് കൊച്ചി ടവറിൽ ഇഫ്താർ വിരുന്നൊരുക്കിയത്. സിനിമാളന്മാരെ കുറിച്ചിട്ട് വാ സുബ്ഹാനല്ലാഹ്, നോമ്പ് തറ. ആരാ? മാധുരി. പിന്നെയോ ആരൊക്കെയുണ്ടല്ലോ ആ രൂപത്തിലുള്ള ആളുകളൊക്കെ എതിർക്കുക, വന്നിട്ട് നോമ്പ് തുറക്കുക. ജമാഅത്ത് ഇസ്ലാമിക്കാർ ദീനീ സേവനം, സുബ്ഹാനല്ലാഹ്. എത്ര ആളുകൾ എനിക്കറിയാം ആത്മാർത്ഥമായി ജമാഅത്തെ ഇസ്ലാമിയെ സ്നേഹിക്കുന്നവർ, ഇത് ദീനാണെന്ന് വിശ്വസിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഇത് അല്ലാഹുവിന്റെ മതമാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ സക്കാത്ത്